കുറച്ച് പെറ്റൽസിന്റെ വേരിയൻസ് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പഠിച്ചാലോ? ഇന്നലെ നമ്മൾ ലാസ്റ്റ് വരച്ച പെറ്റലില്ലേ, അതിനേക്കാളും കുറച്ച് ഉരുണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പെറ്റൽ. ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് ഒരു റാ വരയ്ക്കുക. ആ റായിന്റെ ടിപ്പിൽ നിന്ന് കുറച്ച് ഉരുട്ടി ഇതുപോലെ ഒരു കേവ് വരയ്ക്കുക. എന്നിട്ട് ആ കേവിനെ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിംഗ് പോർഷനും ആ പോയിന്റഡ് ആയിട്ടുള്ള പോർഷനും കൂടെ തിന്നാക്കി വരയ്ക്കുക. ബാക്കി രണ്ട് പോർഷൻസ് അങ്ങ് തിക്കാക്കിക്കോ. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഈ പെറ്റൽ സെറ്റ്. ഇനി അടുത്ത നോക്കിയാലോ? അടുത്ത പെറ്റൽ ഭയങ്കര സിമ്പിൾ. നമ്മൾ സൺഫ്ലവർ ഒക്കെ വരയ്ക്കുമ്പോൾ യൂസ് ആക്കുന്ന പെറ്റലില്ലേ, അതാണ് ഈ പെറ്റൽ. വെറുതെ രണ്ട് കേവ്സ് അങ്ങ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽ സെറ്റ്. പിന്നെ ഫില്ല് ചെയ്യുമ്പോൾ ആ കേവിന്റെ മിഡിൽ പോർഷൻ മാത്രം തിക്കായി കൊടുക്കാട്ടോ. ഈ പെറ്റൽ എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? എന്തായാലും ഇനി നമുക്ക് ലാസ്റ്റത്തെ പെറ്റൽ വരയ്ക്കാം. നമ്മൾ രണ്ടാമത് വരച്ചേക്കുന്ന പെറ്റലില്ലേ, ഏകദേശം അതിന്റെ ഒരു ചെറിയച്ചനൊക്കെ ആയിട്ട് ഒരു ഇപ്പൊ വരക്കാൻ പോകുന്ന പെറ്റൽ. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പെറ്റൽ വരച്ചപ്പോ അതിന്റെ മിഡിൽ കേവ് താഴോട്ടല്ലേ വരച്ചേ. ഇപ്പൊ വരക്കാൻ പോകുന്ന പെറ്റലിന്റെ മിഡിൽ കേവ് മേളിലോട്ടായിരിക്കണം വരയ്ക്കണം. അതായത് റാ പോലെ വരയ്ക്കുക, 3 കേവ്സ് വരയ്ക്കുക, അതിൽ മിഡിൽ കേവ് മേളിലോട്ടാക്കി വരയ്ക്കുക. ഫില്ലാക്കുന്നത് നേരത്തെ പോലെ തന്നെയാട്ടോ. മിഡിൽ നല്ലോണം തിക്കായി കൊടുക്കുക. സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിംഗ് പോർഷനും നല്ല തിന്നായിട്ട് വരക്കുക. ഇപ്പൊ നമ്മൾ ഒരു 7 പെറ്റൽ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെ വരക്കാൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എന്തായാലും ഇന്നത്തെ പെറ്റൽസ് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.